നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളി, UDF BJP നേർക്കുനേർ പോരാട്ടമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് തുടക്കം മുതൽ അരങ്ങേറിയത്. അതായത് പരിക്കേറ്റ കൗൺസിലർമാരെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു, വീൽ ചെയറിൽ കൊണ്ടുവരുന്നു, അതിനുശേഷം പ്രമേയം അവതരിപ്പിച്ച് മേയർ മടങ്ങുന്നു. ഹാജർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിടിവലി, വലിയ രീതിയിലുള്ള സംഘർഷം, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിച്ച ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം BJPയും അതുപോലെ തന്നെ UDFും തമ്മിൽ ഉണ്ടായത്. BJP UDF അംഗങ്ങൾ നേർക്കുനേർ പോരാട്ടം, പിടിവലി, ഒരു വ്യക്തിയുടെ ഷർട്ടൊക്കെ വലിച്ചു കീറുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കയ്യാങ്കളിയാണ് അരങ്ങേറിയിരിക്കുന്നത്. കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിനാഥൻ അടക്കമുള്ളവർക്കൊക്കെ വലിയ രീതിയിലുള്ള അത്തരത്തിലൊരു സാഹചര്യമാണ് നിലവിൽ ഉടലെടുത്തിരിക്കുന്നത്. ഹാജർ രജിസ്റ്ററിനായിട്ടാണ് ഈ കോർപ്പറേഷനിൽ ഇപ്പോൾ പിടിവലി നടക്കുന്നത്. വലിയ രീതിയിലുള്ള പിടിവലി, രജിസ്റ്റർ കീറാനുള്ള ശ്രമങ്ങൾ നടന്നു. അതിനിടയിൽ ഒരു വ്യക്തിയുടെ ഷർട്ട് കീറുന്ന സാഹചര്യമുണ്ടായി. കയ്യാങ്കളി, വാക്ക് തർക്കം, തള്ള്, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് നിലവിൽ കോർപ്പറേഷനിൽ നിലനിൽക്കുന്നത്. കൗൺസിൽ യോഗം അവസാനിച്ച് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന പ്രഖ്യാപനത്തിൽ നിന്നും UDF പിന്മാറിയിരുന്നു. എന്തായാലും ഈ ഒരു പ്രതിഷേധമൊക്കെ അരങ്ങേറുന്ന കൗൺസിലർമാരൊക്കെ സുഗതനെ പുറത്താക്കണമെന്നൊരു ആവശ്യവും കൂടി അവരുടെ ഭാഗത്ത്, LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. UDFും BJPയും തമ്മിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളി പ്രശ്നം, ഇത്തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. ഇതിനിടയിൽ RS ശ്രീലേഖയൊക്കെ BJP മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. RS ശ്രീലേഖയൊക്കെ അവിടെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് അരങ്ങേറുന്നത്. ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രമേയത്തിന് CPM പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് ഈ ഒരു പ്രമേയം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറിയത്. അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ഭരണസമിതി പൂർണ്ണ സജ്ജമാണെന്നായിരുന്നു മേയർ VV രാജേഷ് വ്യക്തമാക്കിയത്. കൂടുതൽ സമയം ആവശ്യമുള്ളതിനാൽ തിങ്കളാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കില്ല എന്ന് KS ശബരിനാഥൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പകരം ഭരണസ്തംഭനം ആരോപിച്ച് UDF കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്താനായിരുന്നു നീക്കം. തിങ്കളാഴ്ച ചേരുന്ന കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി രാഷ്ട്രീയ ചർച്ചകൾ അടക്കം സജീവമായിരുന്നു. UDF അവിശ്വാസത്തിന് പിന്തുണ തേടി സമീപിച്ചിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി V ജോയ് അറിയിച്ചു. ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള വിഷയമാണെന്നും നിലവിൽ അത്തരമൊരു ചർച്ചയില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കേസിൽ കുടുക്കിയ കൗൺസിലർക്കെതിരെ എന്ന പേരിൽ LDF നടത്തുന്ന അക്രമ സമരവും തുടരുകയാണ്. കോർപ്പറേഷനിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് CPM സഖ്യരാഷ്ട്രീയമാണ് നിലനിൽക്കുന്നതെന്നും അവിശ്വാസ നീക്കവും അതിന്റെ ഭാഗമാണെന്നും മേയർ പറഞ്ഞു. എന്നാൽ അവിശ്വാസ പ്രമേയത്തിന് CPM പിന്തുണ കിട്ടാത്തത് BJP LDF ഒത്തുകളിയാണെന്നായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ ആരോപിച്ചത്. നഗരത്തിലെ തെരുവുനായ പ്രശ്നം, കുടിവെള്ളക്ഷാമം, വെള്ളക്കെട്ട്, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഭരണസമിതി പരാജയപ്പെട്ടു എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഈ വിഷയങ്ങളിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഭരണസ്തംഭനമില്ലെന്നും മേയർ VV രാജേഷ്. തെരുവുനായ പ്രശ്നം ഗണ്യമായി നിയന്ത്രണ വിധേയമാക്കിയെന്നും മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, വെള്ളക്കെട്ട് എന്നിവയിൽ ശാശ്വത പരിഹാരത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മേയറും വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണം കിട്ടിയാൽ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾ സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ യോഗം അവസാനിച്ച് മേയർ പോയപ്പോഴേക്കും BJP LDF കൗൺസിലർമാരാണ് ആദ്യം ഒരു നേർക്കുനേർ പോരാട്ടമുണ്ടായത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിച്ചായിരുന്നു അവർ പോരാടിയത്. ഇതിനു പിന്നാലെയാണ് UDF കളത്തിലേക്ക് ഇറങ്ങുന്നത്. കളത്തിൽ ഇറങ്ങി UDF BJP നേർക്കുനേർ പോരാട്ടമുണ്ടാകുന്ന സാഹചര്യം. പ്രതിഷേധത്തിനിടെയാണ് അജണ്ടകൾ പാസാക്കി യോഗം പിരിയുന്ന സാഹചര്യം ഉണ്ടായത്. നടുത്തളത്തിലിറങ്ങി LDF കൗൺസിലർമാർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധത്തിലൂടെ ഉന്നയിക്കപ്പെട്ടത്. പ്രധാനമായിട്ട് പരസ്പരം മുദ്രാവാക്യ വിളികളുമായി പോരടിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കോർപ്പറേഷനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.